ഓം സദാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതം ശ്രീമദ് ഭാഗവത ഭഗവത്ഗീതയിലെ 7-ാമത്തെ അധ്യായമാണ് നമുക്കിന്ന് തുടങ്ങേണ്ടത്. ഇതിൽ അവധൂത യദു സംവാദമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഉദ്ധവരുടെ വിഷാദം. ഭഗവാനോട് ഉദ്ധവർ പറഞ്ഞു, അങ്ങയുടെ കഥകൾ ഓർമ്മിച്ചും നാമങ്ങൾ കീർത്തിച്ചും മനുഷ്യലോകത്തെ അനുകരിച്ചുകൊണ്ടുള്ള അങ്ങയുടെ അഭിനയങ്ങൾ കണ്ട് ആശ്വാസം ഞാൻ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഉദ്ധവരുടെ വിഷാദം ഭഗവാൻ ഇപ്പോൾ ധാമം വിട്ടു പോവുക, അത് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങ് എവിടെ പോയാലും കുഴപ്പമില്ല, ഇതുവരെ എന്നെ കൂടെ കൊണ്ടുവന്നിരുന്ന, അതുകൊണ്ട് എന്നെ കൂടെ കൊണ്ടുപോകണം എന്നതായിരുന്നു ഭക്തന്റെ ആവശ്യവും. അത് യഥാർത്ഥത്തിൽ വസ്തുജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നലുണ്ടാകുക. അന്ധമായ ഭക്തിയും ബുദ്ധി സാമർഥ്യവും മനുഷ്യനെ ദുഃഖവിമുക്തനാക്കുന്നില്ല എന്നതാണ് നമ്മൾ ആത്യന്തികമായിട്ട് ഭക്തിമാർഗത്തിൽ വസ്തുജ്ഞാനമില്ലാതെ, വിശേഷജ്ഞാനം ഇല്ലാതെ വന്നാലുള്ള കുഴപ്പം. നമ്മൾ എത്രയൊക്കെ ഭക്തി കൊണ്ട് നടന്നാലും ആത്യന്തികമായിട്ട് ദുഃഖത്തിലായിരിക്കും ചെന്ന് അവസാനിക്കുക. ഭക്തി മാർഗം പോലും ദുഃഖഹേതുക്കളായിട്ട് മാറുന്ന അവസ്ഥ ഉണ്ടാവും. അതെന്തുകൊണ്ട്? അറിയേണ്ട വിധത്തിൽ വിശേഷജ്ഞാനം ലഭിക്കാത്തത് കൊണ്ടാണ് എന്നറിയണം. അതറിഞ്ഞാൽ പിന്നെ ആനന്ദമയ, പിന്നെ ആ അനായാസന ജീവിതം. നമുക്ക് സ്വയം ആരെയും ആശ്രയിക്കേണ്ടി വരികയില്ല. എന്നാൽ നമ്മളെ മറ്റുള്ളവർക്ക് ആശ്രയിച്ചാൽ അവർക്കും ശാന്തിയും സമാധാനം ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഈ തന്മ ഈശ്വരനുമായിട്ടുള്ള താതാത്മ്യം ഉണ്ടായുള്ള ഗുണം. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുകയല്ല, മറ്റുള്ളവരുടെ ദുഃഖം കണ്ടെത്തി അവർക്കുള്ള യഥാർത്ഥ മാർഗദർശനം കൊടുക്കാൻ സാധിക്കും. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും കാലം ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിക്കും ഭഗവാൻ. നമ്മളെ എന്തിനാ നിയോഗിച്ചിരിക്കുന്നത്? ആ ഭഗവാൻ നമ്മളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ പാതയിൽ നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അത് ഉപേക്ഷിച്ചിട്ടൊന്നും നിന്റെ സ്വഭാവം കൊണ്ട്, നീ അഹങ്കാരം കൊണ്ട് നീ പറയാതെ ഞാൻ പറയുന്നത് അനുസരിക്കാതിരുന്നാൽ നീ നശിക്കും അർജുന എന്ന് ഭഗവാൻ പറഞ്ഞത് ഓർത്തിരിക്കണം. ഇത് നമുക്ക് ബാധകമാണ്. നമ്മളെന്തെങ്കിലും ഭൗതിക തലത്തില് എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുത്താലും നമ്മുടെ അറിവിൽ ഭാഗവതം എന്നെ കൊണ്ട് എടുപ്പിക്കില്ല, ഞാൻ എടുക്കില്ല എന്ന് വിശേഷിച്ചു ഭഗവാൻ എന്നെ കൊണ്ട് എടുപ്പിച്ചു. ഇപ്പോഴും അതാ. ഇപ്പൊ ഞാനൊരു അമ്പലത്തിൽ ഭജനത്തിന് വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ, അതായത് 2-3 ദിവസം മുമ്പ് വരെ ഞാൻ തീരുമാനിച്ചത് ഇവിടെയുള്ളവരെന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യൂ. നമ്മൾ ചെയ്യാനുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത് പാരായണവും നാമജപവും. ദിവസം 1000 ഹരേ രാമ ഹരേ കൃഷ്ണ ശതകോടിയ നാമയജ്ഞം തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കാൻ പറ്റുന്ന, നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ചെയ്യാം. എത്ര കോടി തികഞ്ഞു എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. ശതകോടി എന്ന് പറഞ്ഞാൽ 100 കോടി തികയ്ക്കുക എന്നാ. അത് ഞാൻ മാത്രമല്ല, 100-150 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരും കൂടെ സഹകരിച്ചാൽ മാത്രമേ. ഓരോ കോടി ജപിച്ചാൽ 100 കോടി 7 വർഷം കൊണ്ടാകേണ്ടതാ. 2025 7 വർഷമാകും. 6 വർഷം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യാനുള്ള ചെയ്യും. അതുകൊണ്ട് ഇനി ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യണ്ടൂ എന്ന് ജ്യോത്സ്യന്മാരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചില ജ്യോത്സ്യൻ വെളിപ്പെടുത്തിയാൽ പോലും ഭഗവാൻ വിടില്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് എൻ്റെ അനുഭവം ഞാൻ പറയാം. അപ്പൊ ഈ വസ്തുജ്ഞാനം ഉള്ളവരെ, സജ്ജനങ്ങളെയാണ് ഭഗവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിയോഗിക്കുക. നമ്മൾ ഇനി ഒന്നും ചെയ്യില്ല എന്ന് തീരുമാനിച്ചാലും ഭഗവാൻ ചിലതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് യാതൊരു സംശയമില്ല കാര്യത്തില്. അത് അർജുനോട് പറഞ്ഞ പോലെ, നിന്റെ സ്വഭാവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു പറഞ്ഞ പോലെ, നമ്മൾ പ്രാപുതിക തലത്തിൽ എല്ലാവരും വേണ്ട വിധത്തിൽ സഹകരണമൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്താൽ മതി എന്ന് സ്വയം തീരുമാനം എടുത്തു. അത് നമ്മുടെ ഒരു സ്വാർത്ഥ താല്പര്യമെന്നോ അഹങ്കാരമാണെന്നോ എന്നൊക്കെ തോന്നാം. ആ ഒരു തരത്തിൽ അഹങ്കാരമാണ്. കാരണം എന്താ? ഞാൻ നീ ഒന്നും ചെയ്യില്ല, ഇനി ആരെങ്കിലും പറഞ്ഞാൽ ചെയ്യൂ എന്ന് പറയുമ്പോൾ അത് അഹങ്കാരത്തിന്റെ ഒരു ധ്വനിയുണ്ട്. അതുകൊണ്ട് 2 ദിവസം മുമ്പ് ഞാൻ അവിടെ ജപിക്കാൻ പോയിട്ട് വൈകുന്നേരത്തെ സമയം കുറച്ച് വെള്ളിയാഴ്ച ദിവസം കുറച്ച് ഭക്തർ വന്നിട്ട് ലളിതാ സഹസ്രനാമമൊക്കെ ഔദ്യോഗികമായിട്ട് ജപിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും ജപിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്.
പിന്നെ മാസത്തിൽ 30 ബുധനാഴ്ച ധാരായിക പാരായണം, 30 വ്യാഴാഴ്ച കുറച്ച് നേരം ഒരു ഭജനയും, ഇതൊക്കെ ഇവിടുത്തെ ഒരു ഭജന സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതങ്ങനെ നടന്നു. രണ്ടിലും ഞാൻ പങ്കെടുത്തൊന്നുമില്ല, 3 ദിവസമായിട്ട് പങ്കെടുത്തൊന്നുമില്ല. അപ്പം വൈകുന്നേരത്തെ എൻ്റെ ജപമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ സഹസ്രനാമം ജപിച്ച് അവസാനിപ്പിച്ച് പോകാൻ സമയത്ത് എന്നെ കൊണ്ട് ഭഗവാൻ ചിലത് ചെയ്യിപ്പിച്ചു. ഈ ജപിക്കുന്നവരോട് പറഞ്ഞു, അവരോട് എന്തെങ്കിലും പറയണം. അവരോട് പറഞ്ഞു, നിങ്ങളും കൂടെ സഹകരിക്കണം. എന്നെ കൊണ്ട് അറിയാതെ ഞാൻ പോലും തീരുമാനമില്ല, ഈ ഒരു മുൻവിധിയോട് കൂടിയൊന്നും അല്ല മിനിഞ്ഞാന്ന് ഞാൻ പെരുമാറി. അപ്പോൾ അറിയാതെ എന്നെ കൊണ്ട് അവരുടെ മുമ്പിൽ അത് പറയിപ്പിച്ചു. അപ്പം നമ്മളൊരു അവരും കൂടിയിട്ടുണ്ട്, ചിലരൊക്കെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ലക്ഷ്യത്തിൽ ഞാനിവിടെ വന്ന് താമസിക്കണം. ശതകോടി നാമയജ്ഞമുണ്ട്. ഗീത 18 അധ്യായം, അതായത് 18ാമത്തെ ഗീതാ സപ്താഹമാണ്. അത് 1 വർഷം നീണ്ടു നിൽക്കുന്ന യജ്ഞമാണ്. 5 വർഷം മുമ്പ് തീരുമാനിച്ചേക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഒരു ശതകോടി യജ്ഞം, അതായത് ഹരേ രാമ ഹരേ കൃഷ്ണ നാമം ജപിക്കണം, എല്ലാവരും സഹകരിക്കണം. കുറേ പേര് പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 10% വരെ ജപിക്കുന്നില്ല എന്ന് എനിക്കറിയാം. അപ്പം ഇവിടെ ഏതായാലും വന്ന് താമസിക്കുന്ന സമയത്ത് നിങ്ങളുടെ സൗകര്യത്തിന് ഒരു 108 നാമം വീതമെങ്കിലും എല്ലാവരും ജപിക്കണം. പിന്നെ കൂടിയിരുന്ന് അവരവർ ചെയ്യേണ്ടത് ചെയ്യുക. പ്രദക്ഷിണം വയ്ക്കുമ്പോഴോ, ദിവാരാധനയ്ക്ക് നട അടച്ചിരിക്കുമ്പോഴോ, പൂജയ്ക്ക് നടച്ചിരിക്കുമ്പോഴോ, അതിനൊരു ഇൻസ്ട്രക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു നോട്ടീസ് തന്നെ ഇറക്കിയിട്ടുണ്ട് 2018. വീട്ടിലിരുന്ന് ജപിച്ചാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ അവരോട് വിശദീകരിച്ചു. എന്നിട്ട് ഈ 1 വർഷം കൊണ്ട് ശതകോടി തയ്ക്കാൻ മാക്സിമം നിങ്ങളും കൂടെ സഹകരിച്ചാൽ എളുപ്പം. ഇല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തവർ ജപിക്കാൻ ബാക്കിയുള്ളവരുടെ മുഴുവൻ ഞാൻ ജപിച്ച് തീർക്കണം. അതാണ് എൻ്റെ നിഷ്ഠ എന്ന് പറഞ്ഞു. കാരണം നമ്മളൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ ഒന്നുകിൽ ചെയ്യണം, ഇല്ലെങ്കിൽ ചെയ്യിപ്പിക്കണം. കൂടി ചെയ്യേണ്ടത് കൂടി ചെയ്യണം. ഇതാണ് ഏത് തരത്തിൽ എവിടെയായാലും, വീട്ടിലായാലും വേണ്ടില്ല, ഒരു പൊതുസ്ഥാപനത്തിലോ ദേവാലയത്തിലോ ആയാലും നമ്മളൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നയിക്കുക, മേധാവിധി യോഗസ്ഥിതിയിലേക്ക് എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം, പൂർത്തീകരിക്കണം. അപ്പം ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവിടെ ദൈവാധീനം മറഞ്ഞായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യാനുള്ള ചെയ്യും, നിങ്ങളും ഓരോരുത്തർ ചെയ്യാനുള്ളത് ദിവസവും ദർശനം നടത്തുന്നവർ ഒരു 108 നാമെങ്കിലും ഇവിടെ വന്ന് ജപിക്കുകയോ ഇല്ല വീട്ടിലിരുന്ന് ജപിക്കുകയോ ചെയ്യാം. 10-15 പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരോട് ഞാൻ പറഞ്ഞു, പിന്നെ ആഴ്ചയിൽ ഒരിക്കലോ നിങ്ങളുടെ സൗകര്യത്തിന് അത്ര സമയം, മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും. പണ്ട് ഇവിടെ ഉദയാസ്തമനമൊക്കെ അഖണ്ഡനാമമൊക്കെ 2012 12 മാസവും നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ തന്നെയാണ് നേതൃത്വം നൽകി കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അതിൻ്റെയൊക്കെ വെളിച്ചമാണ് ഇപ്പം കാണുന്നത്. പക്ഷേ ദൈവാധീനം മറിഞ്ഞായിരിക്കണേ, അത് പ്രശ്നവിധിയിലുമുണ്ട്. അതെങ്ങനെയാ ദൈവാധീനം മറിഞ്ഞത് കാണുക, നമ്മൾ എങ്ങനെ അറിയാം? ഇവിടെ വന്നു പോകുന്നവർക്ക്, പുറത്തുനിന്ന് വഴിപാട് കഴിക്കാൻ വരുന്നവരോ ഇല്ലെ ഭൂമി പൂജയ്ക്ക് വരുന്നവരോ, അവർ വന്ന കാര്യം പ്രേയസിന് വേണ്ടിയിട്ടാണ് വരുന്നത്, അവർ പോകും. പക്ഷെ ഇവിടെ ഈ പരിസരവാസികൾ ദിവസവും ദർശനം നടത്തുമോ, എനിക്കടക്കം ഇവിടെ എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു പൂർണ്ണത മനസ്സിൽ എന്തോ കിടന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വേദന നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അപ്പൊ ചോദിച്ചപ്പോൾ കുറെ പേർക്ക് അത് മനസ്സിലായി, സംഗതി ശരിയാണെന്ന്. ഇവിടെ ഇത്രയൊക്കെ പുരോഗമനം ഉണ്ടായിട്ട് ഇവിടെ വന്ന് ദർശനം നടത്തിയിട്ട് പോകുമ്പോൾ ഒരു തൃപ്തിയില്ലായ്മ വരുന്നുണ്ട്. അത് എൻ്റെ ഒരു കണ്ടെത്തലായിരുന്നു. ആ ദൈവാധീനത്തിൻ്റെ കുറവ് കണ്ടാൽ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് അത് തിരിച്ചറിഞ്ഞത് പോലും. അപ്പം ആ ദൈവാധീനം കൂട്ടാനുള്ള ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഭവേ ഭവേദാ ഭക്തിയും പാതയോസ്തവ ജായതേ തഥാ ഉരുഷദേവേശ നാദസ്തോന്യേത പ്രഭു നാമസങ്കീർത്തനം യസ്യ. സജ്ജനങ്ങളിലൂടെയാണ് അവിടെ ദൈവാധീനം കുറവുണ്ടെങ്കിൽ മനസ്സിലാക്കി തരുന്നതും അതിനെ പൂർത്തീകരിക്കാനും ആ ദൈവാധീനത്തെ പുനഃസ്ഥാപിക്കാനും സജ്ജനങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് കുറച്ച് നാമം ജപിക്കുന്നവരെ കണ്ടപ്പം എന്നെ കൊണ്ട് ഗുരുവായൂരപ്പൻ ആ സമയത്ത് ഇത് പറയിപ്പിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ പരിണതഫലം എന്താന്ന് പറഞ്ഞാൽ, 2 ദിവസം പറഞ്ഞ കാര്യം ഇന്നിവിടെ നടന്നു. വിഷ്ണു സഹസ്രനാമം ജപിക്കണം കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച അവരൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ അവർ തന്നെ, ഞാൻ അറിയില്ല ഇവരെങ്ങനെയാ സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കണേ എന്നുള്ളത്. എന്തായാലും എല്ലാവരും സഹകരിച്ചാൽ തിരക്കില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞായറാഴ്ച ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 9 മണി തൊട്ട് 3 മണി വരെ അല്ലെ 11 മണി വരെ ഉച്ചപൂജ വരെയൊക്കെ ഇരുന്ന് ജപിച്ചാൽ നല്ലതാക്കുക ഒരു സജഷൻ ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും ഈ ഞായറാഴ്ച ഇന്ന് അത് തുടങ്ങി. അപ്പൊ എന്ന ഫലം എന്തായി? അപ്പൊ കുറച്ച് പേരിരുന്ന് ജപിച്ചു, ഞാനും പോയി കൂടെ ഇരുന്ന് ജപിച്ചു.
അപ്പൊ തുടങ്ങി നമ്മളൊരു വാക്കുകൊണ്ട് തന്നെ ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അവിടെ നാമസങ്കീർത്തനം വെച്ച് സർവഭാവ പ്രണാശാമ്പടാമോ ദുഃഖശമനം. ഞാൻ പറഞ്ഞു, ഈ ഒരു വർഷം ഞാനിവിടെ ഉണ്ട്, ഈ ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് പ്രശ്നം വെച്ചാൽ ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഓരോ നാമം ജപിക്കുക. എത്രയൊന്നും കണക്കൊന്നും വെക്കണ്ട, നിങ്ങൾ കണക്കില്ലാതെ ജപിച്ചോളൂ. എപ്പൊക്കെ വന്നാലും വേണ്ടില്ല. സഹസ്രമുണ്ട് പൂജാ സമയത്തോ ഇല്ല ദിവാരാധനയ്ക്കോ നട അടച്ചിരിക്കുന്ന സമയത്തോ ഇൻഡിവിജ്വലി ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. എല്ലാവരും ദിവസം ദർശനത്തിന് വരില്ല, വരുന്ന സമയത്ത് ചെയ്യാം. ഇല്ല വീട്ടിൽ ഇരുന്ന് ജപിക്കാം, പരിഹാരമില്ലാത്ത വിഷയമില്ലല്ലോ. പിന്നെ അവരവർ ചെയ്യേണ്ട ചെയ്യാം. മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ കാതിൽ നിന്ന് കാതിലേക്ക് എത്തിക്കണം. എത്ര പേര് ഇവിടെ പങ്കെടുക്കുന്നോ അതിന്റെ ശ്രേയസ് ഉണ്ടാവും. അപ്പൊ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ ചെയ്യുകയും അതേ കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വേണം. ചെയ്യാൻ പറ്റുന്ന മനസ്സുള്ളവരോട് പറയുക, ചെയ്യിപ്പിക്കുക. പിന്നെ കൂടി ചെയ്യുന്നതിലാണ് എഫക്റ്റ് കൂടുതൽ. ഇപ്പൊ ഈ ക്ഷേത്രത്തില് ദൈവാധീനം കുറവാണെങ്കിൽ കൂടി ചെയ്യുമ്പോഴാണ് അതിന്റെ എഫക്റ്റ് കൂടുക. അപ്പൊ അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലോ ഇല്ലെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒക്കേഷനിൽ എങ്കിലും നൈമിത്തിക കർമ്മമായിട്ട് നിങ്ങൾ വന്നിരുന്ന് ജപിച്ചാൽ ഞാനും കൂടെ കൂടും. നയിക്കാൻ ഒരാളുണ്ടാവുണ്ടോ? ഞാൻ ദിവസവും ചെയ്യേണ്ട നിങ്ങൾ ചെയ്യാനുള്ളത് ഓരോരുത്തരും ചെയ്യണം. കൂടി ചെയ്യുമ്പോൾ ഞാനും നിങ്ങളുടെ കൂടെ കൂടാം. ഇന്നത് 1 മണിക്കൂർ ഇരുന്ന് നാമം ജപിച്ചു, ഒരു പ്രദക്ഷിണത്തോടെ അവസാനിപ്പിച്ചു. അതിൽ കുറച്ചുകൂടെ അവബോധം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആ നാമജപം അവസാനിപ്പിച്ചു. ഇവിടെയാണ് വസ്തുജ്ഞാനം അഥവാ വിശേഷജ്ഞാനം ഇല്ലാതെ ഭക്തിക്ക് പുറപ്പെട്ടാൽ അത് നമുക്ക് ഒരുപക്ഷെ ബുദ്ധി സാമർഥ്യം കൊണ്ട് നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു എന്നിരിക്കും. മറ്റൊരാളെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ പറയട്ടെ എന്നൊക്കെ ധരിച്ചിട്ടിരുന്നാൽ അത് നമ്മുടെ ബുദ്ധി സാമർഥ്യം. ആ ബുദ്ധി സാമർഥ്യം കൂടിയാൽ എന്താ കുഴപ്പം? അഹങ്കാരം ഉണ്ടാകും. അതിവിടെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഭഗവാൻ മനസ്സിലാക്കി തരിക. ഇന്നലെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരൊറ്റ ഖണ്ഡികയാണ് നിമിത്തമായതെന്നർത്ഥം. അപ്പൊ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വസ്തുജ്ഞാനം അഥവാ വിശേഷജ്ഞാനം, ഈശ്വരനെ പറ്റിയാണ് വിശേഷജ്ഞാനം. അതില്ലാതെ അന്ധമായ ഭക്തിയും ബുദ്ധി സാമർഥ്യവും കാണിച്ചാൽ ആ മനുഷ്യനെ, അങ്ങനെ ആര് ചെയ്യുന്നോ ആ മനുഷ്യനെ ദുഃഖത്തിൽ നിന്ന് വിമുക്തനാകുന്നതേ അല്ല. ഈ ദൈവാധീനം കുറയുമ്പോഴാണുള്ള ദുഃഖം ഉണ്ടാകാം. ഈ 3 തരത്തിലുള്ള ദുഃഖങ്ങളിൽ ദൈവാധീനത്തിന്റെ ദുഃഖമാണ് നമുക്ക് ചഞ്ചലാവസ്ഥ ഉണ്ടാവുക. എന്ത് ചെയ്താലും തൃപ്തിയില്ലാതെ വരുന്ന അവസ്ഥ ദൈവാധീനം കുറവ്, അതായത് ആദി ദൈവിക ദുഃഖം വരുമ്പോഴാണ്. ഈ 3 തരത്തിലുള്ള ദുഃഖം പല വ്യക്തി വരും. ശരീരത്തിന് രോഗം വരും, ഇല്ലെങ്കിൽ മനസ്സിന് രോഗാവസ്ഥ ഉണ്ടാകും, അസ്വസ്ഥത ഉണ്ടാവും. അത് ആധ്യാത്മിക ദുഃഖം. ആദി ദൈവിക ദുഃഖമാണ് ഈ വസ്തുജ്ഞാനമില്ലാതെ ബുദ്ധി സാമർഥ്യം കാണിച്ച് യഥാർത്ഥ ഭക്തി അല്ലാതെ വരിക. അന്ധവിശ്വാസത്തിൽ ഭക്തി ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്നത് മാത്രമേ ശരി, അതും ഒരു തരത്തിൽ അന്ധവിശ്വാസമാണെന്ന്. അപ്പൊ അതുകൊണ്ട് അതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഉദ്ധവന്റെ വിഷാദം. അതോടൊപ്പം തന്നെ അർജുന്റെ വിഷാദം. വിശേഷജ്ഞാനം, ആത്മബോധമില്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ തൻ്റെ കേമത്വം കൊണ്ടോ യോദ്ധാവായിട്ടോ ഇല്ലെങ്കിൽ ബുദ്ധി സാമർഥ്യം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ 1-2 പ്രാവശ്യം ഗീതയൊക്കെ കേട്ടിട്ടും ബുദ്ധി സാമർഥ്യമൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ബ്രാഹ്മണന്റെ സന്താനഗോപാലൻ കഥയൊക്കെ ഭാഗവതത്തിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആ ബുദ്ധി സാമർഥ്യം കൊണ്ട് അതുകൊണ്ട് അവസാനം അഗ്നി ചാടി മരിക്കാൻ പോയ ആളാ. അപ്പം ഇത് പഠിച്ചാലും ചിലപ്പോൾ നമുക്ക് ഈ അഹങ്കാരവും കയറി വന്ന ഈ ബുദ്ധി സാമർഥ്യമൊക്കെ ഉണ്ടാവും. അപ്പം അത് അഹങ്കാരത്തിന്റെ ധ്വനിയായിട്ട് മാറും. എന്തെങ്കിലും വേണമെങ്കിൽ ആവശ്യം, നമ്മളിപ്പോൾ കുടുംബത്തിൽ കഴിയുമ്പോഴാണെങ്കിലും അല്ലെ, വയസ്സായവരെ അച്ഛനും അമ്മയോടൊക്കെ കുടുംബത്തിൽ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നവരോട് മക്കൾക്ക് തോന്നാൻ ചിലപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയട്ടെ, പറഞ്ഞുകൂടെ. അച്ഛനും അമ്മ എന്താ വിചാരിക്കുക, ഇവര് പറയാതെ ചെയ്യണ്ടേ, ഞാൻ ചോദിച്ചിട്ട് വേണോ? ഇതൊക്കെ ബുദ്ധി സാമർഥ്യത്തിന്റെ അഹങ്കാര ധ്വനിയാണ്. നമുക്കെന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ അവർക്ക് സാധിക്കാൻ പറ്റുന്നത് സാധിക്കും. പക്ഷെ ചോദിക്കട്ടെ എന്നിട്ട് കൊടുക്കാം എന്ന് മക്കളും വിചാരിക്കും. ചോദിക്കാതെ ചെയ്യണ്ടേ എന്ന് വയസ്സായിരിക്കുന്നവർക്കും തോന്നും. ഏത് കാര്യത്തിലും അതെ. പ്രതിയോഗിയോടും നമ്മൾ അവരെ ആവശ്യമുണ്ടെങ്കിൽ പറയട്ടെ എന്ന് പറയുന്ന ബുദ്ധി സാമർഥ്യത്തിന്റെ അഹങ്കാര ധ്വനിയാണ്. അവർക്കെന്താ ചോദിച്ചാല്, എന്ത് കാര്യത്തിന് സമീപിക്കുന്നതല്ലേ, എന്താ പറഞ്ഞാല് എന്ന് ചോദിക്കുന്നതും ഇല്ലെങ്കിൽ
പറയാതെ ചെയ്താലേ ഞാൻ സ്വീകരിക്കൂ എന്ന് പറയുന്നതും രണ്ടും ബുദ്ധി സാമർത്ഥ്യത്തിന്റെ അഹങ്കാര ധ്വനിയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് തന്നെ ഉണ്ടാകാം, ഭക്തി ഉണ്ടായാൽ പോലും ഉണ്ടാകും. അപ്പൊ അത് ഭഗവാൻ ഒന്ന് മാറ്റി തന്നു 2 ദിവസത്തിന്. അപ്പം അത് ശ്രേഷ്ഠമായ ഒരു കാര്യത്തിലേക്ക് എത്തി. നമ്മൾ തുടങ്ങി വെച്ച, നമ്മൾ നിമിത്തമായിട്ട് തുടങ്ങി വെച്ച കാര്യത്തിൽ മറ്റുള്ളവരുടെ കുറച്ച്, ഒരാളോ 2 പേരോ 10 പേരോ whatever it is, ഒന്ന് വെച്ച് കൂട്ടുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അത് നമ്മൾ പ്രത്യക്ഷത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുമ്പം വിഷാദം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമുക്ക് ഈശ്വരീയ അവബോധം ഉണ്ടായിരിക്കണം. എന്ത് നടന്നാലും, എന്ത് ചിന്തിച്ചാലും, എന്ത് പറഞ്ഞാലും നമ്മുടെ സാമർഥ്യം കൊണ്ടാണെന്ന് ധരിക്കുകയരുത്. നമ്മൾ കേവലം നിമിത്തമാത്രം സവ്യസാചൻ എന്നാണ് ഭഗവാൻ പോലും അർജുനനോട് പറഞ്ഞത്. അതുകൊണ്ട് നീ കേവലം നിമിത്തമാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ഇന്ന് പ്രത്യക്ഷമായിട്ട് അനുഭവിച്ചറിയേണ്ടതായിട്ട് വന്നു എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. അവധൂത ഇതെന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഉദ്ധവന് എങ്ങനെ വിഷാദം ഉണ്ടായി, അതെന്തുകൊണ്ടാണ് ഉണ്ടായത്, അതിൻ്റെ ഹേതു എന്താണെന്ന് ഈ വ്യാഖ്യാതാവ് അധ്യായത്തിന്റെ അവസാനത്തിൽ 2 ലൈൻ പറഞ്ഞേ ഉള്ളൂ. അത് വസ്തുജ്ഞാനമില്ലാതെ അന്ധമായ ഭക്തിയും ബുദ്ധി സാമർഥ്യവും മനുഷ്യനെ ദുഃഖവിമുക്തനാക്കുന്നില്ല എന്ന് പറയും. ഈ ദുഃഖം പൂർണ്ണമായിട്ട് ഇല്ലാതെ വരും. പക്ഷേ നമ്മൾ വസ്തുജ്ഞാനം വേണം. ഈശ്വരൻ നമ്മൾ കേവലം നിമിത്തമാണെന്നുള്ള ആ ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. നിമിഷം, അത് നിമിഷാർത്ഥം, ഒരു നിമിഷത്തിന്റെ പകുതി സമയത്തെങ്കിലും നിങ്ങൾക്ക് അതുണ്ടായോ, അപ്പൊ ദുഃഖം നിവാരണമായി. അതിന്റെ സാധറിഞ്ഞാൽ പിന്നെ നമ്മളത് നിലനിർത്താനും ശ്രമിക്കും. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. ഇനി 7ാമത്തെ അധ്യായത്തിൽ അവധൂത ഏതു സംവാദമാണ് പ്രാരംഭം. ഭഗവാൻ ഉദ്ധവർ ഈ സങ്കടമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ എന്തിനു വേണ്ടി ദേഹം അംഗീകരിച്ചുവോ അഥവാ സ്വീകരിച്ചുവോ അക്കാര്യമെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കണു. യദുകുലം തമ്മിൽ തല്ലി നശിക്കും, ദ്വാരകാപുരി സമുദ്രത്തിനടിയിൽ താഴും. ഞാൻ ഈ ദേഹം ഉടനെ ഉപേക്ഷിക്കും. എൻ്റെ അഭാവത്തിൽ കലി ബാധിച്ച് അധർമ്മരൂപികളായിരിക്കുന്ന മനുഷ്യർ അധപ്പതിക്കാനും ഇടവരും. ഉദ്ധവരെ, നിങ്ങൾ ഇനി ഇവിടെ താമസിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. സജ്ജനങ്ങളോടും ബന്ധുക്കളോടും ഉള്ള എല്ലാ മമതാബന്ധങ്ങളും കൈവിടിയുക. മനസ്സ് എന്നിൽ തന്നെ ഉറപ്പിക്കൂ. എല്ലായിടത്തും എന്നെ തന്നെ കണ്ട് ഭൂമിയിൽ ചുറ്റി നടക്കുക. ഈ ദ്വൈത പ്രപഞ്ചത്തിൽ ശാശ്വതമായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഭഗവാനോട് എന്നെ കൂടെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞപ്പം ഭഗവാൻ പറഞ്ഞു, ഉദ്ധവരെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. നീ എൻ്റെ സുഹൃത്തായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇതുവരെ. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണോ ദേഹം സ്വീകരിച്ചത് അക്കാര്യമെല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ബോധം നമുക്കുണ്ടോ? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ദേഹം സ്വീകരിച്ചത്? ആ കാര്യങ്ങളൊക്കെ യഥാവിധി പൂർത്തീകരിച്ചോ? ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ജന്മത്തിൽ ഞാൻ എന്തിനാ ദേഹം സ്വീകരിച്ചത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആ ജോലി ഏതാണ്ട് പൂർത്തീകരിച്ചു എന്ന് പറയാം. ഏതാണ്ട് 90%. ആ 10% ബാക്കിയുള്ളതാണ് ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പം അവിടെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണൻ തന്നെ എങ്ങനെ ഒരു ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കുക, നമ്മുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു എന്നുള്ളത് എങ്ങനെയാ, ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് തീർത്തു എന്ന് എങ്ങനെ മനസ്സിലാക്കുക? ഇതാണ് വസ്തുജ്ഞാനം ലഭിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നും അത് ചെയ്തു തീർന്നാൽ അതിലുള്ള ചാരിതാർത്ഥവും നമുക്ക് തന്നെ ഉണ്ടാവും. അപ്പൊ ഭഗവാൻ പറഞ്ഞത് അതുപോലെ, ഞാൻ എന്തിനാണോ ദേഹം സ്വീകരിച്ചത് അത് ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അക്കാര്യമെല്ലാം ചെയ്തു തീർത്തിരിക്കുന്നു. ഇനി യദുകുലം കൂടി തമ്മിൽ തല്ലി നശിച്ചോളും. ഈ ദ്വാരകാപുരിയും ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചു. അത് വരുണനിൽ നിന്ന് നേടി ഉണ്ടാക്കിയതാണ്. അത് സമുദ്രം തന്നെ, വരുണൻ തന്നെ തിരിച്ചെടുത്തോളും. അങ്ങനെ പറഞ്ഞിട്ട് ആ ദ്വാരക ഭഗവാൻ ക്രിയേറ്റ് ചെയ്തത് പോയി. തൽക്കാലത്തേക്ക് താമസിക്കാൻ ഒരു സ്ഥലം എല്ലാവരിൽ നിന്നും വിട്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ പാകത്തിനൊരു ദ്വാരകാപുരി ഉണ്ടാക്കി. അതിനു വേണ്ടിയിട്ട് സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ട് വരുണനെ പ്രത്യക്ഷപ്പെടുത്തി. വരുണനെ സ്മരിച്ചു. വരുണൻ വന്നു. അപ്പോൾ പറഞ്ഞപ്പോഴും പറഞ്ഞു, ഞാൻ കുറച്ച് കാലത്തേക്ക് ഇവിടെ വസിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ദ്വാരകാപുരി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട്
ഞാൻ കുറച്ച് കഴിയുമ്പം പോവുകയും ചെയ്യും. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞാൻ പോകും. ആ സമയത്ത് അത് അങ്ങ് തന്നെ തിരിച്ചെടുത്തോളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് യദുകുലം നശിക്കുമെന്നും നാരകാപുരി സമുദ്രത്തിനിടയിൽ താഴുമെന്നും ഭഗവാന് കൃത്യമായിട്ട് ഒരു പ്രീ പ്ലാൻ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഞാൻ ഈ ദേഹം ഉടനെ ഉപേക്ഷിക്കുകയും ചെയ്യും. എൻ്റെ അഭാവത്തിൽ ഈ ലോകത്ത് കലി ബാധിക്കും. അധർമ്മിരൂപികളായിട്ടുള്ള മനുഷ്യർ അധപ്പതിച്ചുകൊണ്ടേയിരിക്കും. ഉദ്ധവരെ, ഇനി വരുന്നത് കലിയുഗമാണ്. ഭഗവാൻ ഏത് നിമിഷം യുഗം, ഈ ദ്വാരക അല്ലെങ്കിൽ ദ്വാപര യുഗത്തിന്റെ അന്ത്യത്തിൽ ഭഗവാൻ ഏത് നിമിഷം ദേഹം ഉപേക്ഷിച്ചിട്ട് താമത്തിലേക്ക് പോയോ ആ നിമിഷം കലിയുടെ ബാധ തുടങ്ങിയെന്നർത്ഥം. കലി ബാധിച്ച് അധർമ്മി രോഗികളായിട്ടുള്ള മനുഷ്യർ അധപ്പതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എപ്പോഴും. ഉദ്ധവരെ, നിങ്ങൾ ഇനി ഇവിടെ താമസിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഈ ദ്വാരകാപുരി എന്ന് പറയുന്നത് നശിക്കും, അതുണ്ടാകുക തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ. സ്വജനങ്ങളോടും ബന്ധുക്കളോടുമുള്ള എല്ലാ മമതാബന്ധങ്ങളും കൈവിടുക. മനസ്സ് എന്നിൽ തന്നെ ഉറപ്പാക്കുക. എല്ലായിടത്തും എന്നെ തന്നെ കണ്ടുകൊണ്ട് ഭൂമിയിൽ ചുറ്റി നടന്നോളൂ. ഈ ദ്വൈത പ്രപഞ്ചത്തെ സ്വസ്ഥനായ ശാശ്വതമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് കൂടി അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പ് നടത്താൻ ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് എന്തൊക്കെയാണോ ഇവിടെ പ്രപഞ്ചമായിട്ട്, പ്രത്യക്ഷ പ്രപഞ്ചമായിട്ട് കാണപ്പെടുന്നത്, അതൊക്കെ ഉണ്ടായി നശിക്കുന്നവയും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കണ്ണ്, ചെവി മുതലായ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഗ്രഹിക്കപ്പെടുന്നവയും ആയതുകൊണ്ട് വെറും ഭ്രമം മാത്രമാണ്. സങ്കല്പിച്ച് ഉണ്ടാക്കിയിട്ട് അനുഭവിക്കുന്നതാണെന്ന് അറിയുക. അതുകൊണ്ട് മായാ മനോമയമാണ് ഈ പ്രപഞ്ചം. ദൃശ്യപ്രപഞ്ചം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് സൃഷ്ടിച്ച മനോമയമായിരിക്കുന്ന മായാപ്രപഞ്ചമാണ് ഈ പ്രത്യക്ഷത്തിലുള്ള ദൃശ്യപ്രപഞ്ചം എന്നർത്ഥം. അതുകൊണ്ട് പലതും കാണുന്നതൊക്കെ വെറും ഇന്ദ്രജാലമാണെന്ന് കരുതിക്കൊള്ളുക. സങ്കല്പിച്ച് കാണുന്ന കാഴ്ചകൾ മാത്രമാണ്. നമ്മളൊരു സ്വപ്നത്തിൽ എന്തൊക്കെ കണ്ടോ, ഉണർന്നു വന്നു കഴിഞ്ഞാൽ അതൊന്നുമില്ല, അല്ലേ? എത്ര വലിയ സ്വർഗോ സുഖസമൃദ്ധിയിലുള്ള ഒരു ജീവിതം നമ്മൾ സ്വപ്നത്തിൽ കണ്ടാലും സർവസമ്പത്തും സർവ ഐശ്വര്യങ്ങളും സർവ ആഭരണഭൂഷിതനായിട്ടൊക്കെ നമുക്ക് സ്വപ്നത്തിൽ വിലസാൻ പറ്റും. പക്ഷേ ഒരു നിമിഷം കൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞ പോലെയാണ് ഈ ദൃശ്യപ്രപഞ്ചം. പ്രപഞ്ചം എവിടെയും അനുഭവമാണ് ആണല്ലോ. ആ അനുഭവത്തെ പരിശോധിച്ചാലും 3 ഘടകങ്ങൾ തെളിഞ്ഞു കാണാം. ബോധം, സങ്കല്പം, പുറമേ കാണുന്ന കാഴ്ച. അനുഭവ സ്ഥലത്തൊക്കെ ബോധം ഒരു മാറ്റവും ഇല്ലാതെ ബോധമായി തന്നെ തുടരുന്നു. സങ്കല്പങ്ങളും കാഴ്ചകളും സദാ മാറി മാറി ഉണ്ടായി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഉണ്ടായി മറയിലാണ് നശ്വരത്വം എന്ന് പറയുന്നത്. നശ്വരമായത് കൊണ്ട് തന്നെ അവ ഭ്രമമാണ്. അത് നശിക്കുന്നതൊക്കെ പ്രത്യക്ഷത്തിൽ കാണുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതെ വരും. അതൊക്കെ നശ്വരത്വം കൈവിടാതെ ഉള്ളതാണ്. നേരത്തെ ഇല്ലായിരുന്നു, ഇടയ്ക്ക് അല്പനേരം ഉണ്ടെന്ന് തോന്നുന്നു, പിന്നെ ഇല്ലാതെ ആകുന്നു. ഇതാണ് ഭ്രമലക്ഷണം. എവിടെ നിന്ന് വന്നുവെന്നോ എങ്ങോട്ട് പോയി എന്ന് യാതൊരു നിശ്ചയവുമില്ല. നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ പോലും ഇത് തന്നെയാണ്. എന്നാൽ പിന്നെ ഇടയ്ക്കുണ്ടെന്ന് തോന്നിയതോ അത് വെറും സങ്കല്പം. സങ്കല്പാത്മകത്വമാണ് മനോമയത്വം എന്ന് പറയുന്നത്. സങ്കല്പമാണെന്ന് എങ്ങനെ അറിയാം? എന്താണ് ഈ സങ്കല്പം? സങ്കല്പം ഉപേക്ഷിച്ചാൽ പിന്നെ ദൃശ്യം അനുഭവപ്പെടുകയില്ല. അങ്ങനെ അറിയാം. അതുകൊണ്ട് സങ്കല്പം ഉൾപ്പെടെ എല്ലാ മായാഭ്രമങ്ങൾ മാത്രമാണ്. ഇവ ഭ്രമമാണെന്ന് ഉള്ളതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. മനസ്സും ബാക്കിയും ഇന്ദ്രിയങ്ങളും എല്ലാം ബോധത്തിന്റെ ഉപകരണങ്ങൾ മാത്രമാണ്. ഉപകരണങ്ങൾ കാണിക്കുന്ന കാഴ്ചകളൊക്കെ താൽക്കാലിക ഭ്രമങ്ങളാണ്. ഉപകരണങ്ങൾ മാറ്റിയാൽ അതോടെ ആ കാഴ്ചകളും ഇല്ലാതാകും. പച്ച കണ്ണാടി വെച്ച് നോക്കിയാൽ പുറമെ എല്ലാം പച്ചയായിട്ട് കാണും. ഇത് ഭ്രമമാണെന്ന് തീർച്ചയല്ലേ? നശ്വരം ഗ്രഹ്യമാണ് എന്നിവ രണ്ടും ദ്വൈത പ്രപഞ്ചം മായാഭ്രമമാണെന്നുള്ളതിന് അനിഷേധ്യമായ ഹേതുവാണ്. നമ്മൾ ഏതെങ്കിലും കണ്ണാടി വെക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പച്ചയോ നീലോ ചുവപ്പോ ഏതെങ്കിലും ഗ്ലാസ്
ആ നിറം കാണാൻ പാകത്തിനുള്ള കണ്ണാടി വെച്ചാല് പിന്നെ പുറത്ത് കാണുന്നതൊക്കെ ഏത് കണ്ണാടിയാണോ, ഏത് കളറുള്ള കണ്ണാടിയാണോ വയ്ക്കുന്നത് അതനുസരിച്ചുകൊണ്ട് ചുറ്റുവട്ടവും നമുക്ക് അതേ കളറോടുകൂടി കാണാം. കണ്ണാടി എടുത്ത് മാറ്റിയാലോ? ഇതാണ് ഭ്രമത്തിന്റെ അഥവാ സങ്കല്പത്തിന്റെ അവസ്ഥ. ഈ കാഴ്ചകളൊക്കെ താൽക്കാലിക ഭ്രമങ്ങളാണെന്ന് മനസ്സിലാകും. ഉപകരണങ്ങൾ മാറ്റിയാൽ അതോടെ കാഴ്ചകളും ഇല്ലാതാകും. പച്ച കണ്ണാടി വെച്ചാൽ പച്ചയായി കാണും, ചുവന്ന കണ്ണാടി വെച്ചാൽ എല്ലാം ചുവപ്പായി കാണും. നശ്വരം ഇപ്രകാരം ഗഹ്യമാണ് എന്നിവൽ ഗഹ്യമാകണം. ദ്വൈതം പ്രപഞ്ചം ഭ്രമമാണ് ഉണ്ടാക്കുന്നത്. അനിഷേധ്യമായ ഹേതുവാണ് ഉപകരണങ്ങൾ. അതുകൊണ്ട് പ്രപഞ്ചാനുഭവത്തിൽ ബോധം മാത്രം സത്യമാണ്. പലത് കാണുന്നതൊക്കെ വെറും ഭ്രമം. സങ്കല്പങ്ങളെയും ഉപകരണങ്ങളെയും തള്ളാമെങ്കിൽ പ്രപഞ്ചം ഒഴിഞ്ഞു മാറും. ശുദ്ധബോധം പരമസത്യമായിട്ട് അവശേഷിക്കും. ഞാനുണ്ട് എന്നുള്ള തോന്നല് ഉണ്ടാക്കുന്ന ബോധം എന്താണോ അത് മാത്രമാണ് നശിക്കാത്തത്. അതാണ് അനശ്വരമായിട്ടുള്ളത്. ആ ബോധത്തിൽ നിന്നുകൊണ്ട് വേണം ഇതിനെയൊക്കെ കാണാൻ. അപ്പൊ എല്ലാം ഭ്രമമായിട്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കും. ഭഗവാൻ തുടർന്നും പറഞ്ഞു, ഈ നിലയിൽ പരമസത്യം ഉറപ്പുവരുത്താൻ അനുഭവിക്കുന്ന നാനാത്വം വെറും ഭ്രമമാണ്. ഈ അനുഭവത്തെയാണ് അവർ ഗുണമെന്നും ദോഷമെന്നും വേർതിരിച്ച് കാണുന്നത്. സ്വപ്നത്തിലെ രാജാവിനെയും ഭിക്ഷക്കാരനെയും വേർതിരിക്കുന്നത് പോലെ ഇത് ചെയ്യേണ്ട കർമ്മം, ഇത് ചെയ്യാൻ പാടില്ലാത്ത കർമ്മം, ഇത് വിരുദ്ധ കർമ്മം എന്നിവയെല്ലാം ഭ്രമാനുഭവങ്ങളുടെ ഭേദങ്ങൾ മാത്രമാണ്. സത്യദർശിക്ക് ഗുണദോഷ ചിന്തയൊന്നുമില്ല. അദ്ദേഹത്തിന് സർവം ബ്രഹ്മമായി. ഈ ഒരു അവസ്ഥയിൽ ഇതാണ് യഥാർത്ഥ ബോധം. എല്ലാം ബ്രഹ്മമായി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും പേരക്കുട്ടികളും നമ്മുടെ വീടും ക്ഷേത്രവും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സൂര്യ ചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങളും സസ്യലതാദികളും പക്ഷി മൃഗാദികളും എന്തൊക്കെ നമ്മൾ പഞ്ചേന്ദ്രിയം കൊണ്ട് അറിയുന്നോ അതൊക്കെ ബ്രഹ്മമയം. ഈ ബോധം ഉറച്ചാലാണ് നമ്മൾ അന്ധവിശ്വാസിയല്ലാത്ത ഒരു ഭക്തനാണ്. അപ്പോഴാണ് വസ്തുജ്ഞാനം ലഭിക്കുക. എല്ലാ വസ്തുക്കളിലും ഈശ്വരനെ കാണാൻ സാധിച്ചാൽ അതാണ് വസ്തുജ്ഞാനം എന്ന് പറയുന്നത്. ആ വസ്തു നശിച്ചാലും വേണ്ടില്ല, അതിൽ ഈശ്വരത്വം നഷ്ടപ്പെടില്ല. അത് നമ്മളിലായാലും പുറമായാലും. ഈ ഭ്രമം ഉണ്ടാക്കുന്നത് എന്താണ്? ഈ സങ്കല്പ വിക്ഷേപങ്ങൾക്ക് ഉണ്ടാക്കാൻ പ്രേരണ നൽകുന്ന ഏതൊരു ശക്തിയാണോ അതാണ് സത്യശുദ്ധ ബോധം. ആ ബോധത്തെ അറിയുക, അതാണ് വസ്തുജ്ഞാനം. അതുണ്ടാകാതെ എന്ത് സാമർഥ്യം കാണിച്ചാലും അതൊക്കെ ദുഃഖഹേതുക്കളായിട്ട് മാറും എന്ന് തന്നെയാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിച്ചത്. അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മഹിം മഹീശാ ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭോസ്തുത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.